ഹായ് എവരി വൺ, വെൽക്കം. സോ ഇന്ന് നമ്മൾ ഒരു പുതിയ ജേർണിയിലേക്ക് കടക്കുകയാണ്. ജേർണിയിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, എവിടേക്കാണ് പോകുന്നത്, ഏതൊക്കെയാണ് നമ്മളുടെ പിറ്റ് സ്റ്റോപ്സ്, അതൊക്കെ അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ കോഴ്സിൻ്റെ ജേർണിയിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാണ്. സോ ദാറ്റ് യു നോ വാട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി. സോ ലെറ്റ്സ് ബിഗിൻ. ലാംഗ്വേജ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ അക്കാഡമിക്സ്, ഇൻ യുവർ വർക്ക്, അതൊക്കെ എന്താണെന്നുള്ളതും ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. ലിറ്ററേച്ചറിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ലാംഗ്വേജിന് ഉള്ളത്? ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമ്മൾ ലാംഗ്വേജ് യൂഷ്വലി ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുമ്പം അത് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല അല്ലേ? Why is it used? It is used to please, entertain, persuade, gratify and create aesthetic appeal. അതായത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ അല്ലെങ്കിൽ ഭംഗി കൂട്ടി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പക്ഷെ വേറെ കുറേ ഫങ്ഷൻസും ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ നടത്തുന്നുണ്ട്. So, e-course, that is language through literature, not only makes you understand the writer's point of view, but you will be also able to understand how and why this particular word was used, അല്ലെങ്കിൽ this particular structure എന്തിനാണ് ഉപയോഗിച്ചത്, ഈ particular rhetorical device എന്തിനാണ് ഉപയോഗിച്ചത്, figure of speech എന്തിനാണ് ഉപയോഗിച്ചത്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്നുള്ള ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് നിങ്ങൾക്ക് ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു പീസ് പ്രോസ് സെക്ഷനോ പോയിട്രിയോ വായിക്കുമ്പോഴേക്കും ഈ ഒരു കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതും തുടങ്ങുന്നതിന് ശേഷമുള്ളതിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും മാറും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, എത്ര ബ്ലോക്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ. യു ഹാവ് 4 blocks. ആൻഡ് ആ 4 ബ്ലോക്സിൽ ലാസ്റ്റ് ബ്ലോക്ക് ഒഴിച്ച് ഫസ്റ്റ് 3 ബ്ലോക്സിൽ 4 യൂണിറ്റ്സും ലാസ്റ്റ് ബ്ലോക്കിൽ 5 യൂണിറ്റ്സുമാണ് ഉള്ളത്. നമുക്കിനി ഓരോ യൂണിറ്റിലും ഏകദേശം എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജിസ്റ്റ് കാണിച്ചു തരാം. Now, the basic problem with language എന്ന് പറയുന്നത് ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ? ഒരു വാക്ക് പറയുമ്പം അല്ലെങ്കിൽ സെൻറ്റൻസ് പറയുമ്പം അതെന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ലാംഗ്വേജിൻ്റെ ബേസിക് പ്രോബ്ലം അല്ലെങ്കിൽ ബേസിക് പ്രശ്നം. നമുക്ക് ഒരു ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ. So the first block, that is understanding the relationship between language and literature through vocabulary എന്നുള്ള ഈ ബ്ലോക്ക് ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൾട്ടിപ്പിൾ മീനിങ്സ്. ഒരു വാക്കിൽ തന്നെ പല വ്യത്യസ്ത മീനിങ്ങുകൾ ഉണ്ടാക്കുക, കോണ്ടെക്സ്റ്റിനനുസരിച്ച് മീനിങ് മാറുക, ഓവർലാപ്പിംഗ് മീനിങ്സ്, ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ബ്ലോക്കിൽ ബേസിക്കലി സംസാരിക്കാൻ പോകുന്നത്. ചില ആൾക്കാർ നിങ്ങളോട് വന്ന് പറയും ഐ ആം ടങ് ടൈഡ് എന്നുള്ളത് അല്ലേ? അങ്ങനെ പറയുന്ന സമയത്ത് ശരിക്കും നാവ് കെട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. മോസ്റ്റ് ഓഫ് us know what this means അല്ലേ? And when someone says I'm tongue tied, they are basically talking about എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല എന്ന് നമ്മൾ പറയും അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ എന്നുള്ളൊരു കോൺസെപ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഈസ്തെറ്റിക്കലി പറയുന്നതാണ് ഐ ആം ടങ് ടൈഡ് എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ആ ലാംഗ്വേജ് കുറച്ച് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് എന്നുള്ള ഈ യൂണിറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ലിറ്ററൽ മീനിങ് എന്താണ്, അതിൻ്റെ മെറ്റഫോറിക്കൽ മീനിങ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയാലേ ലിറ്ററേച്ചർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു ട്രൂത്ത്. അപ്പോൾ ആ ഒരു മനസ്സിലാക്കൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് നിങ്ങൾക്ക് ഈ യൂണിറ്റ് ഹെൽപ്പ് ചെയ്യും. Now, ഇംഗ്ലീഷിൽ ഒരുപാട് ലാർജ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്. There are antonyms, there are synonyms, there are homographs, there are homonyms. അങ്ങനെ പറഞ്ഞ് ഒരുപാട് സെക്ഷൻ ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾ വൊക്കാബുലറി ബിൽഡ് ആവും. അറ്റ് ദ സെയിം ടൈം ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവും. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളൊരു കോംപ്രിഹെൻഷനും കൂടി കൂടും. അതാണ് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഓഫ് മീനിങ് ആൻഡ് മൾട്ടിപ്പിൾ മീനിങ്സ് എന്നുള്ള യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ചില സമയത്ത് നമ്മൾ ലിറ്ററേച്ചർ വായിക്കുമ്പം ഇറ്റ് ഈസ് റിയലി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അല്ലേ? നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്ത്
നേരത്തെ പറഞ്ഞ പോലെ ആ മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലിറ്ററേച്ചർ. സോ നിങ്ങളുടെ ലാസ്റ്റ് യൂണിറ്റ്, ബ്ലോക്ക് ഫസ്റ്റിലെ ലാസ്റ്റ് യൂണിറ്റ് സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് തിയറി പറഞ്ഞു തന്നിട്ട് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകും. അതായത് വി ബോത്ത് ടുഗെദർ നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്യും, ഒരു പാസേജിനെയോ ഒരു പോയട്രീനെയോ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് റാദർ ദാൻ തിയറി പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെയാകുമ്പം ഒരു ആ പ്രാക്ടീസിലൂടെ തന്നെ ഭാവിയിൽ ആ പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് എന്തായാലും കൂടും. ദിസ് എൻഡ്സ് ദ ഫസ്റ്റ് ബ്ലോക്ക്. പക്ഷേ വൈ ഇസ് ഇംഗ്ലീഷ് സോ കൺഫ്യൂസിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ബാക്കി വരുന്നുണ്ട് അല്ലേ? വൈ ഇസ് ഇറ്റ് സോ കൺഫ്യൂസിങ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ബ്ലോക്ക് 2 തന്നെ പറയാം. ലിറ്റററി ഡിവൈസസ് ആണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയാം. സോ ബ്ലോക്ക് 2 യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ലിറ്റററി ഡിവൈസസ്. ബേസിക്കലി ഒരു പാസേജിനെ അല്ലെങ്കിൽ ഒരു പോയിട്രീനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് യൂഷ്വലി റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓർഡിനറി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ലൈഫിൽ ഉപയോഗിക്കാത്ത ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലിറ്ററേച്ചർ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ അതിലെ 4 യൂണിറ്റ്സിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. സൗണ്ട് പാറ്റേൺസ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിൽ യു ആർ ഗോയിങ് ടു സ്റ്റഡി റിതം, റൈം, ആലിട്രേഷൻ, അസൊനൻസ്, ഓണോമോട്ടോപ്പിയ. ഈ കാര്യങ്ങളൊക്കെ, ഈ 5 കാര്യങ്ങളും എന്താണ് എന്നുള്ളതും ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണ് എന്നുള്ളതും നിങ്ങൾ പഠിക്കും. In the first portion of figure of speech, you will learn simile, metaphor, synecdoche, metonymy and personification. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. So we'll understand what these are with examples. And the second part അല്ലെങ്കിൽ ദ തേർഡ് യൂണിറ്റ് ഓഫ് ദിസ് ബ്ലോക്ക് ഫിഗർ ഓഫ് സ്പീച്ചിൽ അതിൻ്റെ നേരത്തെ യൂണിറ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഐറണി, സെറ്റയർ, പാരഡോക്സ് ആൻഡ് ആൻറ്റിതീസിസ് പഠിക്കും. ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റ് ഫിഗർ ഓഫ് സ്പീച്ച് പാർട്ട് 3ൽ നമ്മൾ ആലിഗറി, സിമ്പിൾ ആൻഡ് ഇമേജറി പഠിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഓൾമോസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ലിറ്റററി ഡിവൈസസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മൾ എക്സാമ്പിൾസോടെ പഠിച്ചുകൊണ്ട് തന്നെ ഇതേപോലത്തെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇതേപോലത്തെ സെൻറ്റൻസസ് വേറെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ബട്ട് ഇതൊക്കെ പഠിച്ചാലും ലിറ്ററേച്ചർ പഠിക്കുമ്പം ലാംഗ്വേജ് എന്നുള്ളൊരു പോർഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രാമർ എന്നുള്ളൊരു കോൺസെപ്റ്റിന് നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 3 സ്ട്രക്ചർ യൂണിറ്റ്സ് എന്നുള്ള ബ്ലോക്ക് നിങ്ങൾക്ക് ഗ്രാമറിൽ, അതായത് ലിറ്ററേച്ചറിന് വേണ്ടി ആവശ്യം വരുന്ന കുറച്ച് ഗ്രാമർ, ലിറ്ററേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യം വരുന്ന കുറച്ച് ഗ്രമാറ്റിക്കൽ ടേംസ്, ഗ്രമാറ്റിക്കൽ സിസ്റ്റംസ്, അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ബ്ലോക്കിൽ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് യൂണിറ്റ് സ്ട്രക്ചറൽ വേർഡ്സ് പാർട്ട് 1ൽ നമ്മൾ ഫങ്ഷണൽ ആൻഡ് കണ്ടന്റ് വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫങ്ഷൻ വേർഡ്സ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ ഉള്ള വാക്കുകളാണ്. ഇസ്, ആർ, ആം, അങ്ങനത്തെ വാക്കുകളൊക്കെ. കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഒരു മീനിങ് ഉള്ള വാക്കാണ്. ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ്, സ്റ്റുഡൻറ്റ്, ടീച്ചർ, പെൻ, അങ്ങനത്തെ വാക്കുകളൊക്കെ. അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനുകൾ എന്തൊക്കെയാണ്, അത് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് മീനിങ്സ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ നോക്കും. ദെൻ സ്ട്രക്ചർ വേർഡ്സ് സെക്കൻഡ് പാർട്ട്, അതായത് ഓക്സിലറീസിൽ നമ്മൾ ഓക്സിലറി വേർബ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൈമറി ഏതൊക്കെയാണ്, മൊഡാൽസ് എന്തൊക്കെയാണ്, അത് എവിടേക്കാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കും. Then in the next one, structural words in discourse part 1ലും part 2ലും നമ്മൾ പല ടൈപ്പ് ഓഫ് വാക്കുകൾ, അതായത് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, കൺജങ്ഷൻസ് എന്തൊക്കെയാണ്, ഡിറ്റർമിനേഴ്സ് എന്തൊക്കെയാണ്, പേഴ്സണൽ പ്രോനൗൺസ്, പൊസസീവ് പ്രോനൗൺസ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിറ്ററേച്ചറിൽ ആവശ്യം വരുന്ന കുറച്ച് ഗ്രമാറ്റിക്കൽ ടേംസും അതിൻ്റെ എക്സാമ്പിൾസും, അതെവിടേക്കാണ് വരിക, എങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യുക, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ അവസാനത്തെ 2 യൂണിറ്റ്സ് നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാണ്, ഒരു കാപ്പി വാങ്ങണം, അല്ലെങ്കിൽ ഈ ബർഗർ വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ഈ ജ്വല്ലറി വാങ്ങണം കേട്ടോ എന്ന് പറയുമ്പോഴും, ഇങ്ങനൊരു ബിൽ ബോർഡിൽ കുറച്ച് പരസ്യങ്ങൾ നിങ്ങൾ കാണുമ്പോഴും ഏതായിരിക്കും നിങ്ങൾ വാങ്ങാൻ ചാൻസ് കൂടുതൽ? ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബിൽ ബോർഡ് കാണുമ്പോഴായിരിക്കും അതിനോട് കുറച്ചും കൂടി കൂടുതൽ അറ്റൻഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാകുക എന്നുള്ളതുകൊണ്ട്. Now, why does that happen? ഒരാൾ വന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സും കുറച്ച് സ്റ്റൈലിഷ് വേർഡ്സും ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് അതാണ് നല്ലത് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൻസറാണ് നിങ്ങൾക്ക് 4th ബ്ലോക്ക് ആയിട്ടുള്ള റെറ്റോറിക്കൽ ഡിവൈസസിൽ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. സോ ഇതിൽ 5 യൂണിറ്റ്സ് ടോട്ടൽ ഉണ്ട്.
റെറ്റോറിക്കൽ ഡിവൈസസ് ബേസിക്കലി ഒരു റിട്ടൺ അല്ലെങ്കിൽ സ്പോക്കൺ ഫോം ഓഫ് പെർസ്വേസീവ് റൈറ്റിംഗ് ഓർ സ്പീക്കിംഗ് ആണ്. അതായത് ഒരാളെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് വശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ എഴുതുന്ന രീതികളുമാണ് റെറ്റോറിക്കൽ റൈറ്റിംഗ് എന്ന് അല്ലെങ്കിൽ റെറ്റോറിക് എന്ന് നമ്മൾ പറയുന്നത്. റെറ്ററിക് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിക് റൈറ്റിംഗ് ആണ് അല്ലേ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇപ്പം വന്ന് വാങ്ങണം എന്ന് പറയുന്ന ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയും, ചില ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ വാങ്ങിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയും സംസാരിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ് അവിടുത്തെ സെയിൽസ്മെന്മാർ അല്ലെങ്കിൽ സെയിൽസ് വിമൻ എന്ന് പറയും. അതിന് റെറ്ററിക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, എഴുതുന്ന വാക്കുകൾ, അതൊക്കെയാണ് ബേസിക്കലി ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം റെറ്ററിക് എന്താണെന്ന് അറിയണം, അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണം, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാമെന്ന് അറിയണം. സോ ബേസിക്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. സോ ആൻ ഇൻട്രൊഡക്ഷൻ ടു റെറ്ററിക്കിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നമ്മൾ ചെയ്യും. ഇനി ഈ ഒരു സെൻറ്റൻസ് നമ്മളൊന്ന് ലിറ്ററൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. ദ ഹംഗ്രി റാബിറ്റ് ഹോപ്ഡ് ഇൻ ടു ദ ഗാർഡൻ ബിക്കോസ് ഹീ വാണ്ടഡ് ടു ഈറ്റ് എ ക്യാരറ്റ്. ഇത് നമ്മൾ അങ്ങനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ വിശക്കുന്ന മുയൽ ചാടി ഗാർഡനിലേക്ക് അല്ലെങ്കിൽ തോട്ടത്തിലേക്ക് കാരണം വേണമായിരുന്നു കഴിക്കാൻ ക്യാരറ്റ് എന്നുള്ളൊരു അർത്ഥമായി. ദിസ് ഈസ് എ ലിറ്റിൽ വിയേർഡ് അല്ലേ. നമ്മളിതിങ്ങനെ പറയുന്ന സമയത്ത് ഒരു സുഖം തോന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇംഗ്ലീഷിൻ്റെ അതേ സ്ട്രക്ചറോ സ്റ്റൈലോ അല്ല മലയാളത്തിന് എന്നുള്ളത് കൊണ്ടാണ്. ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായ സ്ട്രക്ചറും സ്റ്റൈലും ഉണ്ട്. ആൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ്ങിൽ നിന്ന് അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വിയേർഡായിട്ട് തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ആ ഒരു സ്ട്രക്ചർ ആൻഡ് സ്റ്റൈലിനെ പറ്റി, അത് ഇംഗ്ലീഷിലെ സ്ട്രക്ചർ ഓഫ് സ്റ്റൈൽ എന്താണ്, ലിറ്ററേച്ചറിൽ അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു പോയം ഒന്ന് വായിച്ചു നോക്കാം. Which, where do you fly? Under the clouds and over the sky. Which, what do you eat? Little black apples from down the street. Which, what do you drink? Vinegar and runny red ink. Which, where do you sleep? Up in the clouds where the pillows are cheap. ഈ ഒരു പോയം വായിച്ച സമയത്ത് ഒരു ഓളം ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു റിതമിൻ്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ റെപ്പറ്റീഷൻ. ആ വിച്ച് എന്നുള്ള ആ ഒരു രണ്ട് വാക്കുകൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് അതിനൊരു ത്രാസം ഒപ്പിക്കാതെ നമ്മൾ പറയും അല്ലേ. ആ ഒരു റിതം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിൽ ഈ യൂസ് ഓഫ് റെപ്പറ്റീഷൻ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് ലിറ്ററേച്ചറിൽ അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിൻ്റെ റീസൺ എന്താണ്. കാരണം ഓരോ റീസൺ പോലും ഉണ്ടാവും ആ റെപ്പറ്റീഷൻ ഉപയോഗിച്ചതിന് അവിടെ. അതെന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചില സമയത്ത് ജീവിതമൊക്കെ മടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ലേ, ഓ വൈ മീ, അല്ലെങ്കിൽ ഓ എന്തിനാ ദൈവമേ എനിക്ക് തന്നെ ഇത് തരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഹൂ കെയർസ്, ആരും നോക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് വി ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് എനി ആൻസേഴ്സ് അല്ലേ. ഒരു ആൻസർ നമ്മളടുത്ത് ഒരാൾ വന്ന് പറയും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതൊരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പോയിന്റിനെ കുറച്ചും കൂടി ഒന്ന്, അതായത് എൻ്റെ ജീവിതത്തിൽ ഫുൾ ദുരിതമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റിനെ നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ വി ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് എനി ആൻസേഴ്സ്. സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ നോൺ ആസ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് ഒരു ലിറ്റററി ഡിവൈസ് ആവുന്നത്, അതൊക്കെയാണ് നമ്മൾ യൂസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ബട്ട് ഇതൊക്കെ അറിഞ്ഞാലും ലാംഗ്വേജ് അറിയാത്തതിൻ്റെ വേറൊരു ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്ത് ഏത് ഉപയോഗിക്കണം എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പം നമ്മൾ മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യും എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞൊരു സെൻറ്റൻസ് ആയിരിക്കും നമുക്കറിയാത്ത ലാംഗ്വേജ് ആണെങ്കിൽ. അതിൽ പക്ഷേ എന്തെങ്കിലും നമുക്ക് ലാംഗ്വേജ് ക്ലിയർ ആയിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ ഒഫൻഡ് ചെയ്യുന്ന രീതിയിലോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരാം. അതിൻ്റെ റീസൺ എന്താണ്? നമുക്ക് ലാംഗ്വേജിനെ പൊലൈറ്റായിട്ട് ഉപയോഗിക്കാനുള്ള ആ ഒരു സെൻസ് നമുക്കില്ല. കാരണം നമുക്ക് ലാംഗ്വേജ് കംപ്ലീറ്റ്ലി അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് പലർക്കും പറ്റും. അത് ഇംഗ്ലീഷ് ആവണം തന്നെ ഇല്ല, ഹിന്ദി ആവാം, നമ്മളുടെ മദർ ടങ് അല്ലാത്ത തമിഴ് ആവാം, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ആവാം അല്ലേ. കാരണം നമുക്ക് ആ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റില്ല. വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളത് വി ഡോണ്ട് നോ. സോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്, സ്പെഷ്യലി വെൻ യു ആർ ടോക്കിംഗ്. നിങ്ങളുടെ ഈ ഒരു ലാസ്റ്റ് യൂണിറ്റ്, അതായത് മൊത്തം കോഴ്സിൻ്റെയും ലാസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് അതിനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡൂയിങ് തിങ്സ് വിത്ത് ലാംഗ്വേജ്, പൊലൈറ്റ്നെസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് പൊലൈറ്റായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ലാംഗ്വേജിനെ എങ്ങനെ പൊലൈറ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ലാസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്.
സോ ഇത്രയുമാണ് ഈ ഒരു ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഐ എം കംപ്ലീറ്റ്ലി ഷുവർ ദാറ്റ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് നെക്സ്റ്റ് വീഡിയോ, ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് വീഡിയോ മുതൽ ലാസ്റ്റ് വീഡിയോ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഇംപ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും എന്നെനിക്ക് 100% ഉറപ്പ്. ആൻഡ് ഐ ട്രൂലി ഹോപ്പ് ദാറ്റ് വിൽ ഹാപ്പൻ. സോ ലെറ്റ് us together begin the journey. So I will see you in the next video with a new unit and a new start. I hope you will all be ready. Bye.